എല്ലാവർക്കും റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. റേഷൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ നൽകിയിട്ടുള്ളത്. റേഷൻ കാർഡുള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ മാസം സഹായമുണ്ട്. ഫെബ്രുവരി മാസം ലഭിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ റേഷൻ കാർഡിൻ്റെയും ആനുകൂല്യം നിലനിർത്തുന്നതിന് വേണ്ടി കൂടി എല്ലാവരും അതാത് മാസം തന്നെ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ട് റേഷൻ വാങ്ങിയില്ലെങ്കിൽ ആനുകൂല്യവും മുൻഗണനയും നഷ്ടമാവും. AAY റേഷൻ ഗുണഭോക്താക്കൾക്ക് 30 കിലോഗ്രാം അരിയും 3 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. കൂടാതെ 2 കിലോഗ്രാം ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഈ മാസം മുതൽ സ്പെഷ്യൽ പഞ്ചസാരയുടെ വിതരണം ആരംഭിക്കും. 1 കിലോഗ്രാം പഞ്ചസാര 27 രൂപ നിരക്കിലാണ് ലഭിക്കുക. ഈ ആനുകൂല്യം ലഭ്യമാകുന്നത് AAY കാർഡ് ഗുണഭോക്താക്കൾക്കാണ്. BPL ഗുണഭോക്താക്കൾക്ക് ആളൊന്നിന് 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പ് സൗജന്യമായിട്ട് തന്നെ ലഭിക്കും. അതിൽ നിന്നും 3 കിലോഗ്രാം ആട്ട കിലോഗ്രാമിന് 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. APL ഗുണഭോക്താക്കൾക്ക് അതായത് നീല കാർഡുള്ളവർക്ക് ആളൊന്നിന് 2 കിലോഗ്രാം ഭക്ഷ്യധാന്യവും കിലോക്ക് 4 രൂപ നിരക്കിലും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരിയും ലഭിക്കും. നീല റേഷൻ കാർഡുകാർക്ക് 3 കിലോഗ്രാം സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിൽ വാങ്ങാവുന്നതാണ്. എന്നാൽ വെള്ള റേഷൻ കാർഡുകാർക്ക് സ്പെഷ്യൽ അരി ഉണ്ടാവില്ല. 6 കിലോഗ്രാം അരി 10.90 എന്ന നിരക്കിൽ വാങ്ങാവുന്നതാണ്. ബ്രൗൺ റേഷൻ കാർഡുകാർക്ക് 2 കിലോഗ്രാം ഭക്ഷ്യധാന്യം 10 രൂപ 90 നിരക്കിലും വാങ്ങാവുന്നതാണ്. എന്നാൽ റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി വാങ്ങാവുന്നതാണ്. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കായി 20 കിലോഗ്രാം വരെ അരി ലഭിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ വിതരണം റേഷൻ കടകൾ വഴി ആയിരിക്കില്ല. നാഫെഡ് അല്ലെങ്കിൽ പ്രത്യേക വാഹനങ്ങളിലൂടെ നമ്മുടെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും വിൽപ്പന നടത്തുക. ആവശ്യക്കാർക്ക് അവിടെ എത്തിച്ചേർന്ന് അരി വാങ്ങാവുന്നതാണ്. ഗുണമേന്മയുള്ള ഭാരത് റൈസ് 1 കിലോഗ്രാം 34 രൂപ എന്ന നിരക്കിലാണ് 10 കിലോഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് വിൽപ്പന നടത്തുന്നത്. 20 കിലോഗ്രാം വരെ നമുക്ക് വാങ്ങാവുന്നതാണ്. അടുത്ത ആഴ്ച മുതൽ വിതരണം ആരംഭിക്കും. അടുത്തതായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ സംവിധാനമായ അരിക്ക് പകരം പണം എന്ന പദ്ധതിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താൽപ്പര്യമുണ്ടോ എന്ന് സംസ്ഥാനത്തോട് കേന്ദ്രം ചോദിച്ചിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം മുൻഗണനാ കാർഡുകാർക്ക് അരി ലഭിക്കാത്ത സാഹചര്യം വരികയോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്ക് പകരമായോ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, അതായത് ആധാറുമായി സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്യാഷ് അടയ്ക്കുന്ന സംവിധാനമാണിത്. ഈ പദ്ധതി നിലവിൽ വരുമ്പോൾ സർക്കാരിന് ഗുണകരമാണ്. എന്നാൽ സാധാരണക്കാർക്ക് അത്രയ്ക്ക് ഗുണകരമാവില്ല. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.